ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഗായ്സ്, അപ്പൊ നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും ഒന്നിച്ചിരിക്കുകയാണ്. എന്തിനാ ഒന്നിച്ചത്? പിരിയാതിരിക്കാനാണോ? അല്ല, എന്തിനാ നീ ഇപ്പൊ ഇവിടെ എന്തിനാ നിന്ന്? ഗായ്സ്, എസ്തെറ്റിക് വൈബാന്നും പറഞ്ഞിട്ട് വന്ന് കയറിയിരിക്കുന്നതാണ് കേട്ടോ. ഗൈസ്, പിന്നെ ഒരു അപ്ഡേറ്റ് ഉള്ളത്, നമ്മുടെ കല്യാണവും കാര്യങ്ങളായിട്ട് ഇനി അടുത്ത തിരക്ക് വരാൻ പോവുകയാണ്. അപ്പൊ അതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കുറെ എല്ലാം വൈകിപ്പോയത്. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവന്റെ വേദന അറിയാം അല്ലേ? അതുകൊണ്ട് സമയം എടുക്കും ബ്ലോഗ് വരാൻ. ഇന്ന് നമ്മൾ വർക്കല പോവാന്നുള്ളൊരു പ്ലാനെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. എന്തിന് വർക്കല എന്തിനാ പോകുന്നത്? അത് വേറെ ഒന്നല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ട്രിവാൻഡ്രം ഇതുവരെ വർക്കല എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. വർക്കല ബീച്ച്, ക്ലിഫ്, ഇങ്ങനെ പറഞ്ഞ കുറെ സംഭവങ്ങളുണ്ട്. എല്ലാം ഇവള് കാണിച്ചു തരാന്നാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാം കാണിച്ചു തരുവോടെ? എന്ത് കണ്ണൂർക്കാർക്ക് ട്രിവാൻഡ്രം ഭാഷക്കാരി? നീ എന്തെങ്കിലും പറയലുണ്ടാ? അതുപോലെ പറയില്ലേ? അതുപോലെ തന്നെ അങ്ങോട്ടേ ഉള്ളൂ. വർക്കല ക്ലിഫ് നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യും. അപ്പൊ ഇനി എന്തായാലും നമുക്ക് ഈ ഡ്രസ്സിൽ പോയോണ്ട് കാര്യമില്ല, കുറച്ചും കൂടി വെറൈറ്റി ആയിട്ട് പിടിച്ചിട്ട് പോവാന്നാണ് പ്ലാൻ ഇട്ടിട്ടുള്ളത്. പോയി റെഡിയാ വന്നാല് കാര്യം കൂടെ ഇല്ലേ? എന്ത്? വാലന്റൈൻസ് ഡേ നമ്മൾ ആഘോഷിച്ചില്ല ഗൈസ്. ലോങ് ഡിസ്റ്റൻസിൽ ഇരിക്കുന്നതുകൊണ്ട്, തിരക്കായോണ്ട്. അതുകൊണ്ട് അതിലൊരു ചെറിയ സാധനം അല്ലേ? അത് ഉണ്ട്. സർപ്രൈസ് അത്. ഉണ്ട്. അത് നമ്മൾ കാണിക്കണം. കാണിക്കാം. പക്ഷെ അത് തുറന്നു കാണിക്കില്ല. ഞാനിവിടെ എന്റെ ഗിഫ്റ്റെല്ലാം എടുത്തിട്ട് സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. കയ്യിലത്തന്നെ ഉണ്ട്. ഒരാളെ ഞാൻ ഇവിടുന്ന് കാണിച്ചു തരാം. അവിടെ എന്നെയും കാത്തിരിക്കുന്നുണ്ട് ഗിഫ്റ്റും വെച്ച്. പിന്നെ ഇത് മാത്രല്ല, വേറൊരു സംഭവം കൂടിയാണ്. എന്തായാലും ഇത് കൊടുത്തിട്ട് വരാം. നമുക്ക് നോക്കാം, ലൈവ് റിയാക്ഷൻ നോക്കാം. എന്താ ഇതെന്താ എഴുതിയ? കവർന്നുണ്ട്. ജഡ്ജ് ചെയ്യല്ലേ? എന്താ നല്ല കാനം. ദ ഹാർട്ട് മാപ്പ്, ഹൃദയത്തിന്റെ വഴി. അതിന്റെ അകത്തൊരു സാധനമുണ്ട്. പൊട്ടിക്കല്ല, ഒരു സാധനം കൂടി നിനക്ക് വേണ്ടി വെയിറ്റിംഗ് ഉണ്ട്. അങ്ങോട്ട് തിരിഞ്ഞു നിന്നോ. ഗൈസ്, എന്റെ ഗിഫ്റ്റ് എന്തായാലും കിട്ടിയിട്ടുണ്ട്. ഇനി അവക്കുള്ള ആ സർപ്രൈസ് സാധനം കൂടി നമുക്ക് കൊടുക്കാം. വേറൊന്നുമല്ല, എപ്പോഴെല്ലാരും ഡയറി മിൽക്ക് കൊടുത്താൽ ശരിയല്ല. നമ്മളൊരു വെറൈറ്റി കൂടി പിടിക്കണ്ട. അതുകൊണ്ടാണ് മിൽക്കി ബാറിന്റെ വലിയൊരു സെറ്റ് എടുത്തത്. തിരിഞ്ഞോ? നീ ഡയറി മിൽക്കാ പ്രതീക്ഷിച്ച? എന്താ? എനിക്കറിയാം, എപ്പോഴും ഡയറി മിൽക്കിന്റെ വെറൈറ്റി ആയിരിക്കും. പൊട്ടിച്ച മിൽക്കി ബാർ പൊട്ടിച്ച. ഇതെന്തിനാണ് ഇങ്ങനെയൊക്കെ സെല്ലോ ടൈപ്പൊക്കെ വയ്ക്കുന്നത്? ഇങ്ങനെയുള്ള സാധനമല്ലേ? അതങ്ങ് പൊട്ടിച്ചെടുത്താ മതി. ഇങ്ങനെയൊന്നും സ്റ്റിക്കർ ഒന്നും ഒട്ടിച്ചോണ്ട് വരല്ലേ? ഞാൻ ഒട്ടിച്ച സ്റ്റിക്കർ ഒന്നും അല്ല അത്. അത് അവിടെ തന്നെ ഉള്ളതാണത്. ഇതെന്താ നീ എനിക്ക് മാത്സിൽ വീക്കായിട്ടുണ്ടല്ലോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തരുന്ന? ഇതായിരിക്കാ തന്നത്? നിനക്ക് നിനക്ക് പഠിക്കാൻ വേണ്ടിട്ടാണ് ഈ സാധനം. ഇഷ്ടപ്പെട്ട? ഗൈസ്, അപ്പം എന്റെ ഗിഫ്റ്റ് എന്താന്നുള്ളതെല്ലാം ഞാൻ അവിടെ നിന്ന് തുറന്നു പോയിക്കോളൂ. നമ്മളെന്തായാലും റെഡി ആയിട്ട് നമുക്ക് വരാം. ഗൈസ്, നമ്മൾ വർക്കലയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഗൈസ്, നമ്മുടെ കൂടെ കുട്ടുമോനുണ്ട്, ഗോപാലനുണ്ട്. ഇനി എന്തെല്ലാം ഇവിടെ നോക്കാനുള്ള? നീയാ ഇന്നത്തെ ടൂർ ഗൈഡ്. എവിടത്തേക്ക്? ബീച്ചിലേക്ക്. ദൈവം, എന്താ മുഖം എങ്ങനെ ഇരിക്കണേ? ഒന്നുമില്ല, നല്ല വെള്ളം വേണോ? വെള്ളം നമുക്ക് കുടിക്കാം. എവിടെ കുടിക്കാം? താഴായ കുപ്പികൾ വെച്ചുണ്ടാക്കിയ ഡോൾഫിൻ. അവിടെ പോയി എന്തിന് കുപ്പത്തൊട്ടിയില് മാണിക്കുക? ഇതാണ് ആക്ച്വലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ക്ലിഫിലേക്കുള്ള വഴി. നല്ല മുട്ട മെയിലാണ്, കഴിഞ്ഞ് പൊരിഞ്ഞ് പയ്യാവും.
അങ്ങനെ കരിയൊന്നുമില്ല. നമ്മള് സൺസ്ക്രീനിലും വെച്ച് നല്ല സെറ്റ് ആയിട്ടാണ് നമ്മൾ വരുന്നത്. സാധാരണ ഈ വഴിയെ വരുമ്പം ഭയങ്കര ഉന്തും തള്ളുവാണ്. ഇന്നിപ്പം വലിയ തിരക്കൊന്നുമില്ല. കുട്ടി ഒരു കരിക്ക് മേടിച്ചു തരും. എനക്കും വേണം ഒരു കരിക്ക് വാങ്ങിച്ചു കാടി. എല്ലാവർക്കും നമുക്ക് 3 ആൾക്കും ദാഹിക്കുന്നേ. ഗോപാല ദാഹിക്കുന്നുണ്ടാ? ദാഹിക്കുന്നുണ്ടാ? ഇല്ല. അപ്പൊ ഇവക്ക് വേണ്ട. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ. വന്നത് വേർത്താണ് എന്നേ പറയാൻ പറ്റൂ. ദേവു ഞാനും അതുപോലെ സായിപ്പിന്റെ ഞാനും ഒരു ഷഡ്ഡിപ്പുറത്ത് സൺസ്ക്രീൻ തേച്ചിട്ട് നിങ്ങള് പറ. ഞാനും ഇതുപോലെ തന്നെ ഇപ്പൊ ഇവരുടെ ഇങ്ങനെ കിടക്കുന്നില്ല, അതുപോലെ വന്നിട്ട് അങ്ങ് കിടന്നാലോ? എന്താ നിന്റെ അഭിപ്രായം എന്താ? ഇവിടത്തെ കേട് വന്നിട്ട് പറയണം പോടാന്ന് പറയും. അതുകൊണ്ട് അങ്ങനെയൊന്നും പറയില്ല. ഞാനും അതുപോലെ തന്നെ മദാമയെല്ലാം കിടക്കുന്നവരെ പോയിട്ട് കിടക്കട്ടെ. നന്നായിരിക്കും. ടാൻ അടിക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ കിടക്കണത്. ഇവിടെ ഇരിക്കണ ടാൻ അടിക്കേ ബോഡി ഷേവിങ് ഷേവിങ് അല്ല. കണ്ട എന്താ കുഴപ്പം? എന്തൊരു നമുക്ക് പോവാം ഗായ്സ്. ഇനിയില്ലേ ദേവ് ഒരു കാര്യം കൂടി എന്റെ അടുക്ക് ചെയ്യും. ഇവളിനി എന്റെ കൈയെല്ലാം മുറുക്കി പിടിക്കാനുള്ള ശ്രമങ്ങൾ കാണുന്നുണ്ട്. പിന്നെ ഞാൻ എങ്ങോട്ടെങ്കിലും കണ്ണ് അങ്ങോട്ട് തെറ്റി നോക്കുന്നുണ്ടെങ്കിൽ ഇവളത് ഏതെങ്കിലും രീതിയിൽ വെട്ടിച്ച് മാറ്റാനും നോക്കും. ഞാൻ അത്ര കാര്യമൊന്നുമില്ല. എന്തുകൊണ്ടാ? ഒരു ചെറിയൊരു ഗ്ലിംസ് നമ്മൾ വേണമെങ്കിൽ കാണിച്ചു തരാം. നമ്മൾ കുടുംബത്തോടെ കുറച്ച് ഫ്രീഡം കൊടുക്കുന്ന ആൾക്കാരാണ്. ആർക്ക്? ആമ്പിളർക്ക്. അതിന് ഇവിടെ ഫ്രീഡം എന്തിനു വേണം? ഫ്രീഡം വേണ്ടേ? പിന്നെ കണ്ട പെമ്പിള്ളേരേക്ക് നോക്കുന്ന ഞാനിരിക്കുന്നു. നമ്മക്ക് രണ്ടാൾക്കും ഇങ്ങനെ പോയി തരുന്നത് ഉപേക്ഷിച്ചു. ചെരുപ്പ് ബാഗ് വണ്ടി കൊടുത്തിട്ട് വാ. മന്ദപ്പത്തിക്ക് കൈകാലം ദേവു കടലിൽ ചാട്. വേണ്ട വേണ്ട വേണ്ട, ഞാൻ ചുമ്മാ പറഞ്ഞത്. നീ പറഞ്ഞ ഞാൻ ചാടും. നമ്മൾ പോവാൻ പോവുകയാണ് ഗൈസ്. ഗോപാല ചലഞ്ച് ചേർട്ടെ. ആ സായിപ്പിന്റെ പരം പോയി നിൽക്ക്. തെര വരുമ്പോ അതിന്റെ കൂട്ടത്തിൽ ഇങ്ങോട്ട് തിരിച്ചു വരും വേണം. പറ്റുവാ? കടലമ്മക്ക് ഇഷ്ടമായി നമ്മളാ. കടലമ്മ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. കുട്ടനെ കാണാനില്ലേ? മണ്ണ് വാരി കളിക്കുന്നൊരു അല്ല, എന്തുണ്ടാക്കണ? ദേവുവിന്റെ വക നമുക്ക് വേണ്ടി ഒരു കൊച്ചു വീട് ദേവു ഉണ്ടാക്കുന്നതാണ്. ഇതെന്ത് ബോണ്ടൊക്കെ ഉണ്ട കുഴക്കുന്നതാണ്. ഇവള് തവളക്ക് വീടുണ്ടാക്കി കൊടുക്കുന്ന. മതി മതി, നിന്റെ ഉണ്ടയും കൊണ്ട് പോയി. ഏതെങ്കിലും സായിപ്പിനെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് ഇംഗ്ലീഷിൽ എന്തെങ്കിലും 4 ഡയലോഗ് പറയാൻ പറ്റുമോ? ഹൗ ആർ യു? നമ്മൾ മാതൃഭാഷ വിട്ട് കളിക്കാറില്ല. ഇംഗ്ലീഷിനോട് വലിയ താല്പര്യമില്ല. നീ ഒരു ടീച്ചറല്ലേ? ഞാൻ MA ഇംഗ്ലീഷും. നമ്മളിവിടുത്തെ ബീച്ചിലെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ജസ്റ്റ് എന്തെങ്കിലും കുടിക്കാൻ വിചാരിച്ച് ഇവിടെ വന്നിട്ടുള്ളത്. ഞാൻ ഒരു ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീമും പറഞ്ഞു. നീ എന്താ പറഞ്ഞേ? കല്യാണത്തിന്റെ അപ്ഡേറ്റ് എന്താ? കല്യാണത്തിന്റെ അപ്ഡേറ്റ് വന്നിട്ട് ഒരുവിധം കാര്യങ്ങളെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തോന്ന് വേണം? എന്ത് വേണം? ഡ്രസ്സ് ജസ്റ്റ് ഒന്ന് നോക്കണം. ഡ്രസ്സെല്ലാം ഒന്ന് നോക്കണം. അതിനു വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഇറങ്ങിയത്. നമ്മൾ പിന്നെ ഒരു ലോങ് ഡിസ്റ്റൻസ് മാരേജ് ആയതുകൊണ്ട് മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ട്രാവലിംഗ് ത്രൂ മാരേജ് ആണ്. കാരണം 2 ഫാമിലീസിന് വരാൻ പറ്റിയിട്ടുള്ള ടൈം എന്ന് പറഞ്ഞിട്ട് ആദ്യം നമ്മൾ സെൻട്രൽ ആയിട്ട് ഏതെങ്കിലും സമയം വിചാരിച്ചു. പക്ഷെ അത് മാറ്റിയിട്ട് നേരെ പിടിച്ച് ട്രിവാൻഡ്രം തന്നെ ഇവളുടെ നാട്ടിൽ വെച്ച് തന്നെ ഞാൻ ഇവളെ കടത്തിക്കൊണ്ടുപോകും. അതാണ് പ്ലാനിങ്. ജ്യൂസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഭ്രാന്തായി ഗൈസ്. പിന്നെ നമ്മളൊരു കറക്റ്റ് ഒരു ആംബിയൻസ് ഉള്ള ഒരു സ്ഥലത്ത് തന്നെ പിടിച്ചത്. ഇവിടുന്ന് വെള്ളവും പിടിക്കാം, നേരെ വന്നിട്ടുണ്ടെങ്കിൽ ബീച്ചും കാണാം. ഗൈസ്, എന്റെ ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീമും ഇവളുടെ വാട്ടർമെലൺ ജ്യൂസും വന്നിട്ടുണ്ട്. കുടിച്ച അഭിപ്രായം പറഞ്ഞു നോക്കട്ടെ. അന്നേരം പൈനാപ്പിൾ ഉണ്ടെന്ന് തോന്നുന്നു. പൊള്ളിക്കാം, കഴിച്ചോക്ക്.
പഴം പഴം നിറച്ചത്. എങ്ങനെയുണ്ട്? നൈസല്ലേ? ഇനി നമുക്ക് ഇവിടുന്ന് പോവാം അല്ലേ? ഇനി നേരെ ഇവിടെ പോവാം. ഇനി നല്ല വെയിലായി, ഓൾറെഡി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഈ വെയിലത്ത് നിന്നിട്ടുണ്ടെങ്കിൽ ഇവള് കരിഞ്ഞ് പൊകഞ്ഞു പോകും. അതിന് നല്ലത് ഇനി നേരെ നമ്മൾ ഡ്രസ്സ് എടുക്കാനെല്ലാം പോയിട്ട് അവിടെ നിന്ന് കാണാം അല്ലേ? അവിടുന്ന് ഫുഡ് കഴിച്ചാ പോരെ? ഓക്കെ. ഇവിടെ ഒരു പുതിയ ബിസിനസ് ഐഡിയ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ അത് പറഞ്ഞു കൊടുക്കാം? മീഷോന്ന് 250 രൂപയ്ക്ക് മേടിക്കുന്ന സാധനം ഇവിടെ ഞാൻ 550 രൂപയ്ക്ക് വിൽക്കും. എന്നിട്ട് ഞാൻ റിച്ച് ആവും. സീരിയസ്ലി, കാരണം അത്ര ചീപ്പ്. നമുക്കില്ലേ ആ ടെക്സ്റ്റൈൽ ഷോപ്പിൽ തന്നെ പോവാം കേട്ടാ. ഓക്കെ ഓക്കെ. റോസ് മിൽക്ക് വേണം നിന്റെ നാട്ടിൽ വന്നിട്ട് ഒരു റോസ് മിൽക്കും ഇല്ല, ഒന്നുമില്ല. എന്ത് നാടാണിത്? അതല്ല നമ്മളെ തലശ്ശേരി. വേണ്ടുന്ന സാധനം കയ്യിലെത്തും. സ്വിഗ്ഗി ഉള്ളോണ്ടാ വേണ്ടുന്ന സാധനം കയ്യിലെത്തും. തലശ്ശേരി ടൗണിലറിയാം. നീ വന്നല്ലേ അവിടെ ഹോസ്പിറ്റലിന്റെ കടയുണ്ടോ തലശ്ശേരി? രാവിലെ വന്നാ കാണൂല. രാത്രി പറഞ്ഞാല് അപ്പൊ നിങ്ങളില്ലല്ലോ. അതുകൊണ്ട് നിനക്കൊന്നുമില്ല. അതേപോ ഇങ്ങനെ നോക്കുന്നേ. എവിടെ? കഴിക്ക്. കണ്ടില്ലേ ഗായ്സ്, ഒരു ഷവർമ വന്നപ്പോ ഇവക്ക് എന്നെ വേണ്ട. ഒരു കഷ്ണം താടി. കഷ്ണം വരാൻ എങ്ങനത്തെ? ജസ്റ്റ് വില മാത്രം നോക്കിയാ മതി. എല്ലാ സന്നാഹങ്ങളായിട്ട് വന്നിട്ടുള്ളതല്ലേ? പക്ഷെ അതവിടെ ഉണ്ടാവോ? അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് നോക്കേണ്ടി വരും. എന്താ കുറഞ്ഞത് മാത്രല്ല, നമുക്ക് കൂടിയത് പറ്റും. നിനക്ക് പച്ച കളറ്, നിനക്ക് പിങ്ക് കളറ്. ഹൽദിക്ക് വെറൈറ്റി പിടിക്ക. എപ്പ എല്ലാരും മഞ്ഞല്ലേ ഇടുന്നത്, നിനക്കോ? ഞാനാണ് പെണ്ണ്. കടക്കടക്കുന്ന ഓർക്കണം. അതായത് ഇവളാണ് എനിക്കെല്ലാം സെലക്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്. എനിക്ക് ഈ മൊണ്ണൊക്കെ എന്നെ ഒന്നും തിരിയുന്നില്ല. എന്നാ എടുക്കേണ്ടതെന്നുള്ളത് നീ തന്നെ സെലക്ട് ചെയ്യും. നീ എന്താ ഉദ്ദേശിക്കുന്നേ പറ. നമുക്കൊരു ബ്ലൂ ഷർട്ട്, അത്യാവശ്യമായിട്ടൊരു ബ്ലൂ ഷർട്ടും മഞ്ഞ ഷർട്ടും. മഞ്ഞ ഷർട്ട് ഇവിടെ ഇല്ല. അപ്പൊ ബ്ലൂ ഷർട്ട് നോക്കാം. ബ്ലൂ ഷർട്ട് പ്ലെയിൻ ആണോ, കാഷ്വൽ ആണോ, ചെക്ക്ഡ് ആണോ, ഹാഫ് കൈ ആണോ? ഒരാൾ ട്രയൽ ചെയ്യാൻ പോയിട്ടുണ്ട്. വന്നതിന് ശേഷം പുള്ളിക്കാരൻ്റെ ഔട്ട്ഫിറ്റ് കാണിക്കാം. അടിവാതിലും തുറന്ന് വന്നിരിക്കാണ് കടവാവില്. എവിടെ പോണ്? റാംബാക്കല്ല, കാണാനാണ്. ഇത് മതി എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഇത് പോയതാ. ഈ കളറ് നോക്കി വെച്ചോ. മീശോ നിൽക്കാം. നീ മീശോ നിൽക്കാൻ വേണ്ടിട്ട് ആൾക്കാർ കാണണ്ട. അങ്ങനെ എല്ലാരും കൊണ്ട് പിടിപ്പിച്ചിട്ടുണ്ട്. നിനക്ക് നിന്റെ നോക്കണ്ടേനി താഴെ പോയിട്ട്. നമ്മളവിടെ നോക്കിയില്ല. നിനക്കെന്തെങ്കിലും നോക്കണം ഗൈസ്. അപ്പൊ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മള് വീണ്ടും റിട്ടേൺ വന്നിട്ടുണ്ട്. കഴിഞ്ഞ് ഒന്നും നടന്നുമില്ല. പക്ഷെ നടക്കാണ്ടൊന്നുമില്ല. എൻജോയ് ചെയ്യണ്ടല്ലോ നമ്മളെല്ലാം. കംപ്ലീറ്റ് എൻജോയ് ചെയ്ത് വാങ്ങിക്കാൻ ഉദ്ദേശിച്ച സാധനം ഒന്ന് വാങ്ങിച്ചു. വാങ്ങിക്കാൻ ഉദ്ദേശം മീൻസ് നമ്മള് ജസ്റ്റ് വില നോക്കിയിട്ട് പോവാന്ന് മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചുള്ളൂ. അതുപോലെ തന്നെ എന്റെ കാര്യം സെറ്റ് ആയിരുന്നു. ഇവിടെ കാര്യം പിന്നെ എല്ലാം കണക്കില്ല. നമുക്കിനി വേറൊരു ദിവസം കാണാം.